നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വിഷയം, പരിശുദ്ധാത്മാവ് നമ്മെ ഒരിക്കലും വിട്ടുപോകുന്നില്ല എന്നുള്ള ഒരു വാസ്തവമായ സംഗതിയെക്കുറിച്ച് വചനാടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കാം. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം 4:30 പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അതായത് ഒരിക്കൽ നമ്മെ മുദ്രയിട്ട് കഴിഞ്ഞാൽ, എപ്പോഴാണ് മുദ്രയിടുന്നത്? കർത്താവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയിൽ, കാൽവറി ക്രൂശിൻ്റെ ആ രക്ഷണ്യ പ്രവൃത്തിയിൽ വിശ്വസിക്കുകയും നാം രക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മെ പരിശുദ്ധാത്മാവ് മുദ്രയിടുകയാണ് ചെയ്യുന്നത്. ആ മുദ്രയിടുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നാം ദൈവത്തിൻ്റേതായി തീരുകയാണ്. അതെന്ന് വരെയാണ് ആ മുദ്ര നിലനിൽക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ അൾട്ടിമേറ്റായിട്ടുള്ള വീണ്ടെടുപ്പ് നാൾ വരെ, നാം ക്രിസ്തുവിനോടൊന്നായി ചേരുന്നിടം വരെ പരിശുദ്ധാത്മാവ് നമ്മെ സ്വന്തമായിട്ട് ദൈവത്തിൻ്റെ സ്വന്തമാക്കി തീർക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? കാരണം നാം പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കുകയാണ് ചെയ്യുന്നത്. നമ്മെക്കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് നാം വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് പോകണമെന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ കയ്പും കോപവും ക്രോധവും ദൂഷണവും സകല ദുർഗുണവും എല്ലാം വിട്ട് ഒഴിഞ്ഞു പോകട്ടെ എന്നാണ് പറയുന്നത്. അതായത് നാം പാപം ചെയ്യരുത്, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാൽ മാത്രം നടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് തന്നെയും എന്താണ് പറയുന്നത്? ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതായത് ഒരിക്കൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിഞ്ഞാൽ ആ പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ അങ്ങനെയല്ലായിരുന്നു. 1 ശമൂവേൽ 10:10 നാം വായിക്കുന്നുണ്ട്, ശൗൽ, അതായത് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗൽ, അദ്ദേഹം ഒരു ഗിരിയിങ്കൽ എത്തിയപ്പോൾ ഒരു പ്രവാചക ഗണം ഇതാ അവനെതിരെ വരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു, അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചുവെന്ന്. അപ്പോൾ ദൈവത്തിന് ഒരു കാര്യം ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ ആ വ്യക്തിയുടെ മേലയച്ച് ആ വ്യക്തിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കി കളയുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ വിട്ടുപോകും. അതാണ് 1 ശമൂവേൽ 16:14 നാം വായിക്കുന്നത്, എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി, യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചുവെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് വിട്ടുമാറി, തന്നെയുമല്ല ഒരു ദുരാത്മാവ് അവനെ ബാധിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള അനേകം ഉദാഹരണങ്ങൾ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ എന്താണ്? പരിശുദ്ധാത്മാവ് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ, അതായത് നാം വാസ്തവമായി രക്ഷിക്കപ്പെടുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മെ മുദ്രയിടുന്നത്. അതുകൊണ്ടാണ് രക്ഷ എന്നേക്കും നിലനിൽക്കുന്നുവെന്ന് പറയുന്നത് തന്നെ. അപ്പോൾ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ ആത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും എന്നാണ്. അപ്പോൾ അങ്ങനെ വഴി നടത്തി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി എന്നും ദൈവത്തിൻ്റേതായി തീരുകയാണ്. അതാണ്
ഫിലിപ്പിയ ലേഖനം 1:4 പറയുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. അതായത് ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരുന്ന് അന്ത്യത്തോളം നമ്മെ വഴി നടത്തും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടു പോകുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ എപ്പോഴുമുണ്ട്. നാം പാപം ചെയ്യുമ്പോഴും നാം അനുസരണക്കേടാണ് കാണിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമ്മെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഉപദേശിച്ചു കൊണ്ടേയിരിക്കും, അത് ചെയ്യരുത്, അത് പാപമാണ്. എന്നാൽ നാം പലപ്പോഴും അത് അവഗണിച്ച് അത് പാപത്തിലേക്ക് നാം വഴുതി വീഴുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ നമ്മുടെ ഉള്ളിൽ ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കാരണം നാം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട് ദൈവത്തിൻ്റെ സ്വന്തമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ നാം പാപം ചെയ്താൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത്. അന്ത്യത്തോളം നമ്മെ വഴി നടത്തി ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നാം എത്തും വരെ, നിത്യതയിൽ നാം ആയിത്തീരുവോളും അത് കഴിഞ്ഞു നമ്മോട് കൂടെ ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്കുള്ളതെന്ന് നാം അറിയണം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം.